ഹലോ ഗായ്സ്, അങ്ങനെ നമുക്ക് ബാംഗ്ലൂർ കുറച്ച് ദിവസം മുമ്പ് ഒരു പ്രോഗ്രാം ഉണ്ടായി. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ വീടും പൂട്ടി ഇറങ്ങി നമ്മൾ വല്ലാർപാടത്ത് നമ്മുടെ അമ്മയുടെ വീട്ടിൽ കയറിയിട്ട് അവിടെ കാറിട്ടിട്ട് അവിടെ നിന്ന് നമ്മൾ ഓട്ടോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് അമ്മയുടെ വീടെത്തിയപ്പോഴത്തേക്കും അമ്മാമ്മ നമുക്ക് കൊണ്ടുവന്ന് നല്ല കട്ടൻ ചായ തന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ റിസർവേഷൻ ടിക്കറ്റിൽ തന്നെ കയറിയിട്ടുണ്ടായി. അങ്ങനെ കുറച്ച് നേരം സ്മൂത്തായിട്ട് പോയെങ്കിലും അമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും TTR കാണാൻ വേണ്ടി പോയിട്ടുണ്ടായി. അങ്ങനെ TTR പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേഷനിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ജനറലിൽ പോയി ഇരിക്കണമെന്ന് പറഞ്ഞു. ജനറലിലാണെങ്കിൽ ബംഗാളികൾ മുട്ടിയിട്ട് നടക്കാൻ പോയിട്ട് ഇരിക്കാനും പോലും സ്ഥലം ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ പാലക്കാട് ഒറ്റപ്പാലത്ത് വെച്ച് അപ്പം പറഞ്ഞു എന്താണ് പാലക്കാട് എത്തുമ്പോൾ നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ പാലക്കാട് നിന്ന് ഇറങ്ങി. അങ്ങനെ അവർ തന്നെ നമുക്ക് ബാംഗ്ലൂരിലുള്ള അവർ തന്നെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് അവർ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി. ബസ് ടിക്കറ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ട്രെയിനിനെക്കാട്ടും എന്തുകൊണ്ടും കംഫർട്ടബിൾ ആയിരുന്നു ബസ് യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ എത്തി. KR പുരത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഹാളിലേക്ക് പോയിട്ടുണ്ടായി. പരിപാടി വേറെ ലെവലായിരുന്നു കേട്ടോ ഗൈസ്, അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ നമ്മൾ സൈഡിലുള്ള ഹാളിൻ്റെ സൈഡിലുള്ള ആ ഒരു വ്യൂവും കാര്യങ്ങളും കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായി. നമുക്ക് റിട്ടേൺ ടിക്കറ്റ് അന്ന് രാത്രി തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നേരം വെളുത്തപ്പോഴത്തേക്കും എറണാകുളം എത്തി. എറണാകുളത്താണെങ്കിൽ നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ നോർത്തിലാണ് വന്നിറങ്ങിയത്. അപ്പം അടിപൊളി യാത്രയായിരുന്നു ബാംഗ്ലൂർ. അപ്പം ഇന്നത്രയൊക്കെയുള്ളൂ. താങ്ക് യു.